अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बादु फ़अऊज़ु बिल्लाहि मिनश्शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। आज भी मैं सहाबा के कुछ वाक़यात पेश करूँगा जिनमें से सबसे पहले ഇന്നും ഞാൻ സഹാബാക്കളുടെ ഏതാനും സംഭവങ്ങൾ കേൾപ്പിക്കുന്നതാണ്. അതിൽ ഏറ്റവും ആദ്യത്തിൽ അവരുടെ സ്ഥിരചിത്തത പ്രകടമാകുന്ന സംഭവങ്ങളാണ്. जिन्होंने ഹസ്രത്ത് മിയ അബ്ദുല്ല ഖാൻ സാഹിബ്, लेकिन ഇദ്ദേഹം नहीं था आपको ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ബൈഅത്ത് ചെയ്തിരുന്നു. तहसील എന്നാൽ മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിരുന്നില്ല. साल में അദ്ദേഹം വിവരിക്കുന്നു, प्लेग ജഫർവാൽ താലൂക്കിൽ सियालकोट से जफरवाल പ്ലേഗ് പടർന്നു പിടിച്ച വർഷം, सुबह के वक्त ആ വർഷം ഞാൻ साकन तल പ്ലേഗ് ക്ലാർക്കായി കൊണ്ട് कहा സിയാൽകോട്ടിൽ നിന്ന് ജഫർവാലിൽ ചെന്നു. आसमान पर जिंदा मान തൽവണ്ടി ഇനായത്ത് ഖാൻ നിവാസിയായ साइंस के लिहाज से कहा कि नहीं, ചൗധരി മുഹമ്മദ് ഹുസൈൻ സാഹിബ് എന്നോട് ചോദിച്ചു, किसी किस्म का नहीं था। താങ്കൾ ഹസ്രത്ത് ഈസ അലഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? हज़रत मिर्जा गुलाम अहमद कादी ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ഇല്ല. आने वाला मैं हूँ। എന്റെ ഹൃദയത്തിൽ യാതൊരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. फौत हो गया। അദ്ദേഹം പറഞ്ഞു, ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി का खत उसी वक्त വരാനിരിക്കുന്ന മസീഹ് താനാണെന്ന് വാദിച്ചിട്ടുണ്ട്. सिलसिले में कराची ബനി ഇസ്രായേലിനായ മസീഹ് വഫാത്തായിരിക്കുന്നു. गैर अहमदी थे, ഞാൻ മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം नहीं थे। നബിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ सरकर्दा ബൈഅത്തിന്റെ കത്ത് എഴുതി. उकसाया പിന്നീട് ഞാൻ ജോലി സംബന്ധമായി കറാച്ചിയിലും कि आपका ശേഷം ആഫ്രിക്കയിലും പോയി. എന്റെ പിതാവ് അനഹ്മദിയായിരുന്നു. अफ्रीका में खत लिख दिया। ബൈഅത്ത് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു വിരോധിയെ ആയിരുന്നില്ല, എന്നാൽ പ്രദേശത്തെ വഹാബികളുടെ തലവനായിരുന്നു. 1911 अगर नहीं कहोगे താങ്കളുടെ മകൻ മിർസായി ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. सुल्तान हमूद स्टेशन पर അദ്ദേഹം എനിക്ക് ആഫ്രിക്കയിലേക്ക് കത്തെഴുതി. मैंने 8-10 दिन खत ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ से ईशा की नमाज के वक्त इसका എന്റെ വാക്കുകളിൽ ഇவ்விதം പറയണം. बिल्कुल अनपढ़ थी। അദ്ദേഹം എഴുതിയ വാക്കുകളിൽ, അഥവാ നീ साहब को मेहदी मानने के लिए ഇപ്രകാരം പറയുന്നില്ല എങ്കിൽ तो हमको बुरा कहने के लिए क्यों? ഞാൻ നിന്നെ എന്റെ സ്വത്തിൽ നിന്ന് ഒഴിവാക്കും. പറയുന്നു, ആ കാലത്ത് ഞാൻ കെനിയയിൽ സുൽത്താൻ മഹ്മൂദ് സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. लिहाज से भी कोई फिक्र नहीं, हमें 8-10 ദിവസം ഞാൻ കത്ത് എന്റെ പക്കൽ തന്നെ വെച്ചു. करने के लिए तैयार नहीं। ഒരു ദിവസം രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ഭാര്യയോട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഭാര്യ എഴുത്തോ വായനയോ ഒന്നും തന്നെ അറിയാത്തവളായിരുന്നു. അവൾ പറഞ്ഞു, ഇവർ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മഹ്ദിയായി അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ നമ്മോട് ചീത്ത പറയാൻ എന്തിനാണ് പറയുന്നത്? അള്ളാഹു നമുക്ക്
വേണ്ട സംവിധാനം മുമ്പേ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ജീവിതമാർഗം നൽകിയിരിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് ഒരു വ്യാകുലതയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അപ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്ന് താങ്കൾ എഴുതിയാലും സ്വത്തിൽ നിന്നും ഞങ്ങളെ നിസ്സംശയം ഒഴിവാക്കിയാലും. ഞാൻ അപ്രകാരം എഴുതി. എന്റെ പിതാവ് മറുപടി അയച്ചു, നീ എന്റെ ഏകമകനാണ്, നീ തന്നെയാണ് എന്റെ അനന്തരാവകാശി. ഞാൻ ജനങ്ങൾ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് അപ്രകാരം എഴുതിയത്. ഞാൻ രണ്ടാമതും അത് തന്നെ എഴുതി. എന്നാൽ അതേ മറുപടി തന്നെ ലഭിച്ചു. ഞാൻ അവധിയിൽ വന്നപ്പോൾ സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ടാവും. ഞാനും സഹോദരൻ മുഹമ്മദ് ഹുസൈൻ സാഹിബും സഹോദരൻ മുഹമ്മദ് ആലം സാഹിബ് മർഹൂമും പിതാവുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംഭാഷണം ചൂടുപിടിച്ചിരുന്നു. എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ മിർസ സാഹിബിനെ അദ്ദേഹം സിയാൽകോട്ടിൽ ജോലി ചെയ്തിരുന്ന കാലം മുതൽ അറിയും. ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരുന്നു. എന്റെ മുന്നിൽ വെച്ച് സിയാൽകോട്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏതോ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മുസ്ലിം ജന്മി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് മിർസ സാഹിബിനോട് പറഞ്ഞു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, മിർസാജി, വരാനിരിക്കുന്ന മഹ്ദി താങ്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് മിർസ സാഹിബിന്റെ പ്രായം 20ഓ 22ഓ ആയിരുന്നു. എന്റെ പ്രായവും ഏകദേശം അത്ര തന്നെയായിരുന്നു. പറയുന്നു, എന്റെ പിതാവിന്റെ നാവിൽ നിന്ന് ഈ വാക്കുകൾ വന്ന ഉടനെ തന്നെ ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു, താങ്കളുടെ മുമ്പിൽ വെച്ച് ആ ജമീന്ദാറുടെ നാവിൽ നിന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അത്തരത്തിലുള്ള വാക്കുകൾ ഉണ്ടായി എന്നത് താങ്കൾക്കായി അള്ളാഹു സ്ഥാപിതമാക്കിയ ഹുജ്ജത്താണ്. എന്നാൽ പിതാവ് പറഞ്ഞു, മിർസ സാഹിബ് സത്യവാനാണെങ്കിലും ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് എഴുന്നേറ്റ് പോയി. അടുത്ത റിവായത്ത് ഷേഖ് അബ്ദുർ റഷീദ് സാഹിബിന്റേതാണ്. വിവരിക്കുന്നു, മൗലവി മുഹമ്മദ് അലി ലൂപ്ഡി ബട്ടാലയിൽ വന്നിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത്. എന്റെ മാതാപിതാക്കൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയായിരുന്നു. ഒരു ദിവസം എന്റെ പിതാവിന്റെ സുഹൃത്തായ മെഹ്റന്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, എന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കൂടെ വന്നാലും മൗലവി മുഹമ്മദ് അലിയുമായി സംസാരിക്കാം, ഞങ്ങൾക്കും മനസ്സിലാകട്ടെ നീ എന്താണ് പറയുന്നതെന്ന്. അനഹ്മദിയായ മുഹമ്മദ് അലിയെ അദ്ദേഹത്തെ കൊണ്ട് നേരിടിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പറയുന്നു, ആ കാലത്ത് എനിക്ക് വലിയ ആവേശമായിരുന്നു. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തോടൊപ്പം മൗലവി മുഹമ്മദ് അലി സാഹിബിന്റെ അടുത്ത് പോയി. അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞു, മെഹ്റന്തു, ഈ കാഫിറിനെ എന്റെ മുമ്പിൽ എന്തിനാണ് കൊണ്ടുവന്നത്? മെഹ്റന്തുവിന് ഈ കാര്യം വളരെ അരോചകമായി തോന്നി. ഞാൻ ഇദ്ദേഹത്തിൽ തെളിവുകൾ പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. മെഹ്റന്തുവും എന്റെ വാക്കുകളെ പിന്താങ്ങി, മൗലവി സാഹിബ്, താങ്കൾക്ക് ഈ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ മറ്റു മിർസായികൾക്ക് താങ്കൾ എന്ത് മനസ്സിലാക്കി കൊടുക്കും? ഈ കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എങ്കിൽ മറ്റുള്ളവർ എന്തു മനസ്സിലാക്കും? ഈ കാര്യം പറഞ്ഞപ്പോൾ അയാൾ കൈഫ അൻതും ഇദാ നസല ഫീക്കും എന്നുള്ള ഹദീസ് വായിക്കാൻ തുടങ്ങി. എന്നിട്ട് സ്വയം അതിന്റെ വിശദീകരണം നൽകാൻ തുടങ്ങി. ഒരുപാട് സമയമെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ വാക്കുകളും കേൾക്കുക. ഈ ഹദീസിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, ഇത് വ്യാഖ്യാനിക്കേണ്ടതാണ്. പിന്നീട് ഞാൻ ആ ഹദീസിന്റെ ന്യൂനത വിവരിക്കാൻ തുടങ്ങി. ഇത് കേട്ട് അയാൾ ഒതുങ്ങിപ്പോയി. ബുഖാരിയിലും മുസ്ലിമിലും മുസ്നദ് അഹ്മദിലും ഉള്ള ഹദീസിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്. ഹദ്റത്ത് അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, കൈഫ അൻതും ഇദാ നസല ബിനു മറിയമ ഫീക്കും വ ഇമാമുക്കും മിൻകും. ചില റിവായത്തുകളിൽ ഫ അമ്മക്കും മിൻകും എന്നുമുണ്ട്. നിങ്ങളുടെ ഇമാമായിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് ഇബ്നു മറിയം ആഗതനാകുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എത്രമാത്രം ദയനീയമായിരിക്കും. മറ്റൊരു റിവായത്തിൽ നിങ്ങളിൽ നിന്ന് ആയതിനാൽ നിങ്ങൾക്ക് ഇമാമത്ത് വഹിക്കുന്നതായിരിക്കും എന്നുമുണ്ട്. ഈ ഹദീസ് ആ മൗലവി അവതരിപ്പിച്ചു. എന്നാൽ ഞാൻ അയാളോട് പറഞ്ഞു,
താങ്കൾ വ്യാഖ്യാനം തെറ്റാണ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തായ മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂൽ, അതിനുശേഷം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്നീ ആയത്തുകൾ കേൾപ്പിച്ചു. അതിനുശേഷം ഫഅഖൂലു കമാ ഖാല അബ്ദുസ്സാലിഹ് എന്ന ഹദീസും കേൾപ്പിച്ചു. ഇത് സുദീർഘമായ ഒരു ഹദീസാണ്. എന്നിട്ട് അതിന്റെ വിശദമായ വ്യാഖ്യാനം വിവരിച്ചു. അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി, ദേഷ്യം കൊണ്ട് വീർപ്പുമുട്ടി മെഹ്റന്തുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവൻ ശരിയാവുകയില്ല എന്ന്. ഈ മീർസായികൾ വളരെ കഠിനരും ദുസ്വഭാവികളുമാണ്. ഇനി ഞാൻ ഒന്നും തന്നെ പറയുന്നതല്ല. അങ്ങനെ മെഹ്റന്തു വളരെയധികം ലജ്ജിതനായി. നാണക്കേടിന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. കാരണം ഈ മൗലവിയിൽ നിന്ന് ബുദ്ധിക്ക് യോജിക്കുന്ന എന്തെങ്കിലും മറുപടിയോ എനിക്ക് പൂർണ്ണമായ സന്ദേശമോ ലഭിച്ചിരുന്നില്ല. ഏതായിരുന്നാലും ഞങ്ങൾ എഴുന്നേറ്റ് പോന്നു. എന്റെ പിതാവിന്റെ മുന്നിൽ മെഹ്റന്തു വിവരിച്ചു, മൗലവി മുഹമ്മദ് അലിക്ക് അബ്ദുൾ റഷീദിന് വേണ്ട വിധം മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. മൗലവി വളരെ ദേഷ്യത്തിലായിരുന്നു. കുട്ടിയാണ്, അതുകൊണ്ട് എന്ത് മനസ്സിലാക്കും. എന്നാൽ ഇതുവരെയും ഇവരുടെ അവസ്ഥ ഇതുതന്നെയാണ്. മൗലവിമാരുടെ അടുത്തുള്ള അറിവ് നമ്മുടെ കുട്ടികൾക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ കുട്ടികളും അറിവുള്ളവരാണ്. അവരുടെ അറിവ് ഈ മൗലവിമാരെക്കാൾ വളരെ കൂടുതലാണ്. അവർക്ക് കുട്ടികളുടെ വായടപ്പിക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ വിമുഖതയ്ക്ക് യാതൊരു ചികിത്സയുമില്ല. സാക്കിബ് സറവി സാഹിബ് എഴുതിയ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത്താഉല്ലാ ഷാ ബുഖാരി എന്ന ഒരു മൗലവി ഉണ്ടായിരുന്നു. അയാൾ ഒരിക്കൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിചാരിതമായി ഞാൻ ആ പ്രദേശത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ചെവിയിലും അയാളുടെ ശബ്ദം പതിച്ചു. മൗലവി സാഹിബ് പറഞ്ഞു, അത്താഉല്ലാ ഷാ ബുഖാരി വലിയ പണ്ഡിതനായിരുന്നു. മിർസ സാഹിബ് സത്യവാനാണ് എന്ന് അള്ളാഹു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. ഇതാണ് ഇവരുടെ വിശ്വാസത്തിന്റെ അവസ്ഥ. മറ്റൊരു റിവായത്ത് അലി മുഹമ്മദ് സാഹിബ് ഹദ്രത്ത് മൗലാന അബുൽ ഹസൻ സാഹിബിന്റെ സംഭവം ഇപ്രകാരം വിവരിക്കുന്നു. അദ്ദേഹം സമുന്നതനായ ഒരു പണ്ഡിതനായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരും സന്ദേശവും ഡേര ഖാൻ ജില്ലയിൽ എല്ലായിടത്തും അദ്ദേഹത്തിലൂടെയാണ് എത്തിയത്. എതിരാളികൾ അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്നാൽ അദ്ദേഹം അങ്ങേയറ്റത്തെ സ്ഥിരചിത്തത കാണിച്ചു. എതിർപ്പിനെ ഒരിക്കലും തന്നെ വകവെച്ചില്ല. എല്ലായ്പ്പോഴും തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. ഹസ്രത്ത് ഹാഫിസ് ഗുലാം റസൂൽ സാഹിബ് വസീറാബാദി പറയുന്നു, ഒരിക്കൽ ഞാൻ വളരെയധികം പരവശനായിക്കൊണ്ട് എതിരാളികളാൽ പീഡിപ്പിക്കപ്പെട്ടവനായിക്കൊണ്ടും ഖാദിയാനിലെത്തി. അപ്പോൾ ഹുസൂർ ചോദിച്ചു, ഹാഫിസ് സാഹിബ്, താങ്കൾ എന്തുകൊണ്ടാണ് പരവശനായിരിക്കുന്നത്? ആ സമയത്ത് ഹുസൂറിന്റെ സംഭാഷണത്തിന്റെ രീതിയിൽ നിന്ന് ഹുസൂർ എന്നെ സാമ്പത്തികമായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പ്രകടമായിരുന്നു. എന്നാൽ ഞാൻ ഈ ഉദ്ദേശത്തോടെയല്ല ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ വന്നിരുന്നത്. എന്റെ ഹൃദയം തൃപ്തമാകണം. എതിരാളികളുടെ എതിർപ്പ് മൂലം ഹൃദയം വ്യാകുലമാകാൻ പാടില്ല എന്നതായിരുന്നു എന്റെ ഉദ്ദേശം. കാരണം നബിയോടൊപ്പമുള്ള സഹവാസം മൂലം മനുഷ്യൻ ഒരു ശക്തി നേടുന്നു. അദ്ദേഹത്തിന്റെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി കൊണ്ട് അള്ളാഹു ഒരു ശക്തി നൽകുന്നു. ഏതായിരുന്നാലും പറയുന്നു, ഞാൻ എന്റെ ഹൃദയത്തെ ദൃഢമാക്കുന്നതിനായിരുന്നു ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ ഹാജരായിരുന്നത്. പറയുന്നു, ദൈവനിയോഗിതരുടെ അടുക്കൽ അവരിൽ നിന്ന് പണം നേടുന്നതിനായി പോവരുത്. മറിച്ച് തൗഫീഖ് അനുസരിച്ച് അവരുടെ സമക്ഷത്തിൽ എന്തെങ്കിലും ഉപഹാരം നൽകുകയാണ് വേണ്ടത്. ഹുസൂർ എനിക്കായി ഒരുപാട് ദുആ ചെയ്തു. ഒരുപാട് തൃപ്തികരമായ ഉപദേശങ്ങൾ കൊണ്ട് തൃപ്തനാക്കി.
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹുസൂറിന്റെ സത്യസാക്ഷ്യത്തെക്കുറിച്ച് ഒരു മിനിറ്റ് പോലും എന്തെങ്കിലും വിധത്തിലുള്ള ഒരു സംശയവും എനിക്കുണ്ടായില്ല. ഹസ്രത്ത് ബാബു അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്നു, എന്റെ സന്യാസ പ്രകൃതം കൊണ്ട് എന്റെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും മുഹല്ലയിലെ ആളുകളും പട്ടണവാസികളും എന്നിൽ വളരെയധികം തൃപ്തരായിരുന്നു, എന്നെ പ്രശംസിക്കാറുണ്ടായിരുന്നു. എന്നാൽ ബയ്യത്തിന്റെ വാർത്ത കേട്ട് പിതൃകുടുംബത്തിൽപ്പെട്ട ബന്ധുക്കൾ ഒഴികെ എല്ലാ ബന്ധുക്കളും, കാരണം പിതൃകുടുംബത്തിലെ എല്ലാവരും എന്നോടൊപ്പം ബയ്യത്തിൽ പങ്കാളികളായിരുന്നു, സുഹൃത്തുക്കളും അയൽവാസികളും ബന്ധുക്കളും അടിമേൽ മറഞ്ഞു ശത്രുക്കളായി തീർന്നു. പ്രവാചകന്മാരുടെ ജമാഅത്തിനോടും നബിമാരോടും ഈ വിധത്തിലുള്ള പെരുമാറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക. വിശ്വസിക്കുന്നവരോടും ഈ വിധത്തിലുള്ള പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ശത്രുക്കളായി തീർന്നു. പ്രശംസിച്ചുകൊണ്ടിരുന്നവർ തന്നെ ശത്രുക്കളായി തീർന്നു. മറിച്ച് ഈ കാര്യം അംഗീകരിക്കുന്നു, വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ മുമ്പും ഒരിക്കൽ വിവരിച്ചിട്ടുണ്ട്, ഷേഖ് മുഹമ്മദ് അഹമ്മദ് സാഹിബ് മൻഹയെ കുറിച്ച്. ഒരിക്കൽ ഞാൻ ഫൈസലാബാദിലെ ഗ്രാമത്തിൽ പോയി. അവിടെ ഒരുപാട് അനഹമ്മദികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പ്രശംസിച്ചു പറഞ്ഞു. ഇത്രമാത്രം നല്ല മുത്തക്കിയായ ഭയഭക്തിയുള്ള സത്യം പറയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൽ ഒരു ന്യൂനതയുണ്ട്, അത് അദ്ദേഹം കാദിയാനിയാണ് എന്നതാണ്. ഇതാണ് അവർക്ക് കാണാൻ കഴിയുന്ന വലിയ ന്യൂനത. ഏതായിരുന്നാലും ഇദ്ദേഹം പറയുന്നു, എല്ലാവരും എന്റെ ശത്രുക്കളായി വിവിധ തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി, പീഡിപ്പിക്കാൻ വേണ്ടി തക്കം പാർത്തിരുന്നു. ഇടക്ക് പഞ്ചായത്ത് കൂടി വെള്ളവും മറ്റും തടഞ്ഞുവെച്ചു. ഇടക്ക് മൗലവിമാരെ കൊണ്ടുവന്ന് നമുക്കെതിരെ പ്രസംഗങ്ങൾ നടത്തിച്ചുകൊണ്ടിരുന്നു. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമുക്കെതിരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു പാൽ കച്ചവടക്കാരനായ കടക്കാരൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പാല് വാങ്ങുന്നത് നിർത്തലാക്കി, തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നിർത്തലാക്കി, ബന്ധവും സംസാരവും അവസാനിപ്പിച്ചു. ജനങ്ങളെ ഉപദേശിക്കാറുണ്ടായിരുന്നു, ആരെങ്കിലും ഏതെങ്കിലും അഹമ്മദിയുടെ വീടിന്റെ താഴ്ഭാഗത്തു കൂടി പോയാൽ കാഫിറായി പോകും. അള്ളാഹുവിന്റെ ശക്തി പ്രഭാവം നോക്കുക. അള്ളാഹു എപ്രകാരമാണ് പകരം വീട്ടുന്നത്. ഇങ്ങനെ ഉപദേശിക്കുന്ന മൗലവി തന്നെ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അഥവാ പ്രവൃത്തി ഒന്ന്, ഉപദേശം മറ്റൊന്ന്. മൗലവിമാരുടെ ഈ പ്രവൃത്തി കണ്ട് ജനങ്ങൾ ഒരുപാട് ലജ്ജിതരായി. പറയുന്നു, ബൈഅത്ത് ചെയ്തതിനു ശേഷം ഞങ്ങൾ അനഹ്മദി ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുന്നത് ഉപേക്ഷിച്ചു. ഒന്നുകിൽ ഒറ്റക്ക് നമസ്കരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇമാമാകുമായിരുന്നു. ഇത് കണ്ടപ്പോൾ മുഹല്ലയിലുള്ളവർ കുഴപ്പവും കലഹവും ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ കുഴപ്പം ഒഴിവാക്കുന്നതിനായി നമ്മുടെ ഇമാമിനെ നിർത്തിക്കൊണ്ട് പള്ളിയിൽ നടത്തിയിരുന്ന നമസ്കാരം ഉപേക്ഷിച്ചു. മറിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ജമാഅത്തായി നമസ്കരിക്കുമായിരുന്നു. പറയുന്നു, ആ കെട്ടിടം ഞാൻ വാടകയ്ക്ക് എടുത്തതായിരുന്നു. ആ കെട്ടിടം ഞങ്ങൾ അവിടെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടമസ്ഥൻ ഒഴിപ്പിച്ചു. പിന്നീട് ഞാൻ രണ്ടാമത്തെ കെട്ടിടം വാടകയ്ക്കെടുക്കുകയും ജമാഅത്തായി നമസ്കരിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ പറയുന്നു, ആ കാലയളവിൽ പള്ളി നിർമ്മിക്കുന്നതിനായി റംസാൻ ഷെയ്ഖ് എന്നു പേരുള്ള ഒരു അഹമ്മദി 3 കടകളുള്ള കുറച്ചു ഭൂമി വാങ്ങി. ഈ കാലയളവിൽ തന്നെ ഡോക്ടർ ബഷാരത്ത് സാഹിബ് അഹമ്മദിയും പ്രൊഫഷണൽ അസിസ്റ്റന്റ് സർജനായി അവിടെ വരികയുണ്ടായി. ഡോക്ടർ സാഹിബിന്റെ വരവോടുകൂടി ജമാഅത്തിന് ഒരുപാട് ശക്തി ലഭിച്ചു. അദ്ദേഹം വളരെ ആവേശമുള്ള ആളായിരുന്നു. മഗ്രിബ്, ഇഷ, ഫജർ എന്നീ നമസ്കാരങ്ങൾ ജമാഅത്തായി കടയിൽ നമസ്കരിക്കുമായിരുന്നു. ഡോക്ടർ സാഹിബിനെ ഞങ്ങളുടെ ഇമാമാക്കുമായിരുന്നു. കടകൾ റോഡരികിൽ തന്നെയായിരുന്നു. യാതൊരു ഭയവുമില്ലാതെ കടകളിൽ വരികയും ജമാഅത്തിന് ഇമാമത്ത് വഹിക്കുകയും ചെയ്യുമായിരുന്നു. ഡോക്ടർ സാഹിബ് എല്ലായ്പ്പോഴും തബ്ലീഗിൽ മുഴുകുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഈസാ അലൈഹി ഇസ്ലാം വഫാത്തായി എന്ന് ഒരു തുണിയിൽ വലിയ അക്ഷരത്തിൽ എഴുതി കോട്ടിൽ ഒട്ടിച്ച് വിളംബരം ചെയ്ത് നടക്കണം എന്നാണ് എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത്. ഹദ്റത്ത് ഷെയ്ഖ് അതാഉല്ലാ സാഹിബ് പറയുന്നു, കാദിയാനിൽ നിന്ന് ബയ്യത്തിന്റെ അംഗീകാരം കത്തിലൂടെ ലഭിച്ചു. കൂടെ തന്നെ ജമാഅത്തിന്റെ കുറച്ച് സാഹിത്യങ്ങൾ അഥവാ അൽഹക്കം പത്രവും ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അംഗീകാരത്തിന്റെ കൂടെ പത്രവും അയച്ചു കൊടുത്തിരുന്നു. അത് ഞങ്ങൾ പ്രചരിപ്പിച്ചു. ജനങ്ങളിൽ വിഷയം ചർച്ചയായി. ചർച്ചയ്ക്ക് ശേഷം എതിർപ്പിന്റെ മാർക്കറ്റ് വളരെ അധികം രൂക്ഷമായി. എല്ലായിടത്തും യോഗങ്ങൾ നടക്കാൻ തുടങ്ങി. ഞങ്ങളെ അത്തരം യോഗങ്ങളിൽ വലിച്ചിഴച്ച് നിർബന്ധപൂർവം കൊണ്ടുപോകുമായിരുന്നു. തൗബ ചെയ്യാൻ നിർബന്ധിക്കുമായിരുന്നു.
മീർസ സാഹിബിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് തൗബ ചെയ്യുക. പറയുന്നു, ചില ബലഹീനരായിട്ടുള്ള ആളുകൾ വഴുതി വീഴാൻ തുടങ്ങി. ബുദ്ധിമുട്ടുകൾ അവർക്ക് സഹിക്കാൻ സാധിച്ചിരുന്നില്ല. അവരിൽ സ്ഥിരചിത്തത ഉണ്ടായിരുന്നില്ല. അവസാനം അവസ്ഥ ഇത്രമാത്രം പരിതാപകരമായി. ഹസ്രത്ത് ഹാഫിസ് സൂഫി തസവ്വുർ ഹുസൈൻ സാഹിബും ഷേഖ് സഹദുല്ല സാഹിബും, ഇദ്ദേഹം സൂഫി സാഹിബിന്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നു, ഈ വിനീതനും ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും ശത്രുക്കളുടെ സമ്മർദ്ദം സഹിക്കുന്നത് ഭയന്ന് മുർത്തദുകളായി. 3 ആളുകൾ ഒഴിച്ച് മറ്റെല്ലാവരും അഹമ്മദിയത്ത് ഉപേക്ഷിച്ചു. പീഡനങ്ങൾ സഹിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഞങ്ങൾ എല്ലാ പീഡനങ്ങളും സഹിച്ചു. സ്ഥിരചിത്തത പ്രകടമാക്കി. പറയുന്നു, സൂഫി സാഹിബിന് അള്ളാഹു സ്ഥിരചിത്തത നൽകുമാറാകട്ടെ. അദ്ദേഹം കാദിയാനിലെത്തി നുബൂവത്തിന്റെ പ്രകാശത്തിൽ നിന്ന് ഒരു ഭാഗം സ്വായത്തമാക്കിയിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹിക്മത്തും ഉദ്ദേശവും എന്റെ ഹൃദയത്തെ അദൃശ്യതയിൽ നിന്ന് പ്രകാശപൂരിതമാക്കി. സൂഫി സാഹിബ് കാദിയാനിൽ പോയി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഈമാൻ ദൃഢമായിരുന്നു. എന്നാൽ ഞാൻ ഇതുവരെയും പോയിരുന്നില്ല. എന്നാൽ അള്ളാഹു അനുഗ്രഹിച്ചു, എന്റെ ഹൃദയത്തെ പ്രകാശമാനമാക്കി, തന്റെ സാമീപ്യം കൊണ്ട് സഹായിച്ചു. എതിർപ്പെന്നിൽ ഒരു സ്വാധീനവും ചെലുത്തിയില്ല. അവരുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ഒതുങ്ങിയില്ല. മറിച്ച് എത്രത്തോളം അവർ ഫലം പ്രയോഗിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നുവോ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ ഈമാൻ കൂടുതൽ ദൃഢമായിക്കൊണ്ടിരുന്നു. അവരുടെ ആവശ്യവും തൗബയും ഞാൻ ഇപ്രകാരം തിരസ്കരിക്കുമായിരുന്നു: ഏത് കാര്യത്തിൽ നിന്നാണ് നിങ്ങൾ എന്നെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുന്നത്? ഹസ്രത്ത് മിയ അബ്ദുൽ മജീദ് സാഹിബിന്റേതാണ് അടുത്ത റിവായത്ത്. പറയുന്നു, ഒരിക്കലുണ്ടായ സംഭവമാണ്. എതിരാളികൾ ഒരു വലിയ സമ്മേളനം നടത്തി, വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി, വലിയ കുഴപ്പം സൃഷ്ടിച്ചു. അവരുടെ ലക്ഷ്യം ഈ വിനീതൻ മാത്രമായിരുന്നു, അതായത് മിയ അബ്ദുൽ മജീദ് സാഹിബ്. എന്നെയാണ് എല്ലാ ശത്രുതക്കും ഇരയാക്കിയിരുന്നത്. അവർ എനിക്കെതിരെ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഊരുവിലക്കിനെ കുറിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പോലീസിനെ വരെ എനിക്കെതിരിൽ പ്രകോപിപ്പിച്ചു. എന്നെ ഒരു കുഴപ്പക്കാരനും കലാപകാരിയുമായി ചിത്രീകരിച്ച് അജ്ഞരായ ജനങ്ങളെ എനിക്കെതിരിൽ ഈ വിധത്തിൽ പ്രകോപിപ്പിച്ചു. ഏതുവരെ എന്നാൽ എന്റെ ജീവൻ അപകടത്തിലായി. ഈ അവസ്ഥകളുടെ സ്വാധീനം നിമിത്തം അള്ളാഹുവിന്റെ പെരുമാറ്റം ഏതു വിധത്തിലായിരുന്നു എന്നതിനെ കുറിച്ച് പറയുന്നു. ഞാൻ ഒരു രാത്രി കാട്ടിലേക്ക് പുറപ്പെട്ടു. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് കൈ ഉയർത്തി എന്റെ രീതി അനുസരിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭാവനയിൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഹുസൂർ, ഈ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് സഹായവും മാർഗനിർദ്ദേശത്തിനുമുള്ള ഒരു മാർഗം നൽകിയാലും. എന്റെ അപേക്ഷയും ദുആയും ഇത്രമാത്രം വേദനയോടും ഉള്ളൊരുക്കത്തോടും കൂടിയായിരുന്നു. വിലപിച്ചുകൊണ്ട് നേരിടേണ്ടി വന്നിരിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു എന്റെ വിലാപവും രോദനവും കേട്ടു. ഇവിടെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ശിർക്കിന്റെ അവസ്ഥയായിരുന്നില്ല. പീർമാരുടെ അടുത്തുപോയി ചോദിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഇടനിലക്കാരാക്കുക, അവർക്ക് സുജൂദ് ചെയ്യുക എന്ന വിധത്തിൽ. എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റേതായ ഒരു രീതിയായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭാവനയിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഈ ആക്രമണത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ചു. ഈ കാര്യത്തിന്റെ വിശദീകരണം, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടല്ല ചോദിച്ചത്, മറിച്ച് ചോദിച്ചിരുന്നത് അള്ളാഹുവിനോട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് ഈ കാര്യം വ്യക്തമാകുന്നതാണ്: അള്ളാഹു എന്റെ വിലാപവും രോദനവും കേട്ടു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂട്ടി പറഞ്ഞതുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കേട്ടു എന്നല്ല പറഞ്ഞത്. പൊതുവിൽ നമ്മുടെ ഇവിടെ പീർമാരുടെ കബറുകളിൽ പോയി വന്ന് പറയുന്നു, ഇന്ന ആൾ ഞങ്ങളുടെ വിളി കേട്ടു, ഞങ്ങൾക്ക് ഇന്ന സാധനം നൽകി എന്നെല്ലാം പറയുന്നു. അള്ളാഹു എന്റെ വിലാപവും രോദനവും കേട്ടു. രാത്രിയിൽ ഞാൻ ഈ ചിന്തയിലും വ്യാകുലതയിലും ഉറങ്ങി. സ്വപ്നത്തിൽ ഞാൻ എന്താണ് കാണുന്നത്? എതിരാളികൾ എന്റെ വീട് വളഞ്ഞിരിക്കുന്നു. 4 ഭാഗത്തു നിന്നും ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു, ഇയാളെ വധിച്ചു കളയുക. ഇതേ സമയത്ത് സയ്യിദ്നാ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് പ്രത്യക്ഷനായി. തന്റെ അനുഗ്രഹീത കരങ്ങൾ കൊണ്ട് എന്റെ കൈ പിടിച്ചുകൊണ്ട് എന്റെ മുഖം ആകാശത്തേക്ക് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആകാശത്തിലേക്ക് ഉയർന്നു പോവുക. അങ്ങനെ ഹുസൂറിന്റെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയുടെ സഹായത്താൽ എന്നെപ്പോലുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഉയർന്ന് ആകാശത്തേക്ക് പോയി. എതിരാളികൾ തങ്ങളുടെ ഉദ്ദേശത്തിൽ പരാജിതരായി അത്ഭുതപ്പെട്ടുകൊണ്ട് നോക്കിയിരുന്നു പോയി. ആ സമയത്ത് സ്വപ്നത്തിന് ശേഷം എന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തുറന്നുപോയി. നിശ്ചയമായും സയ്യിദ്നാ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഒരു പരിശുദ്ധനായ സത്യവാനായ നിയോഗിതനാണ് എന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ടായി. എന്നാൽ അടുത്ത ദിവസം രാവിലെ വീണ്ടും എതിരാളികൾ എനിക്ക് ചുറ്റും കൂടി. അപ്പോൾ ഞാൻ അവരോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, അള്ളാഹു തന്റെ ശക്തി പ്രഭാവം കൊണ്ട് എനിക്ക് ഈ വിധത്തിലുള്ള ശക്തി നൽകിയിരിക്കുന്നു, അഥവാ
നിങ്ങൾ വാളുകൊണ്ട് എന്റെ ശരീരം വലിച്ചു ചീന്തിയാലും ഈ ഹൃദയവും ഈ മുഖവും ഈ സത്യത്തിൽ നിന്നൊരിക്കലും വ്യതിചലിക്കുന്നതല്ല. പറയുന്നു, അടുത്ത രാത്രി വീണ്ടും സ്വപ്നത്തിൽ കണ്ടു, പോലീസും എന്റെ വീടിനെ വളഞ്ഞിരിക്കുന്നു. ശത്രുത അവസാനിക്കുന്നില്ല. ഇദ്ദേഹത്തിനെതിരിൽ മറ്റു ചിലർ തിരിഞ്ഞിരിക്കുന്നു. പോലീസുകാർ പറയുന്നു, ജനങ്ങളിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു. ഇയാൾ ഒരു തരത്തിലുള്ള കുഴപ്പവും അസമാധാനവും വ്യാപിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഭരണാധികാരികൾ അതിനെ തങ്ങളുടെ സംവിധാനത്തിലൂടെ അടിച്ചമർത്തും. അഥവാ ഇയാൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ വധിച്ചു കളയും. പോലീസ് ഈ വിധത്തിൽ വീട് വളഞ്ഞതുകൊണ്ടും ആക്രമണത്താലും ഞാൻ സ്വപ്നത്തിൽ ഒരുപാട് പരവശനായി. എന്നാൽ പെട്ടെന്ന് ഇന്നലത്തേതുപോലെ എന്റെ യജമാനൻ സയ്യിദുന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് അതുപോലെ സ്നേഹത്തോടെ എന്റെ 2 കൈകളും പിടിച്ചു. എന്റെ മുഖം ആകാശത്തേക്ക് നേരെ തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് ഉയർന്നു പോവുക. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നുപോയി. അങ്ങനെ പോലീസിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ സ്വപ്നത്തിൽ തന്നെ എന്റെ വിശ്വാസം തുളച്ചിറങ്ങിയ ഇരുമ്പാണിയെപ്പോലെ ശക്തവും പർവ്വതത്തിലെ പാറ പോലെ ഉറച്ചതുമായി തീർന്നു. പ്രകാശപൂരിതനായ ഹുസൂറിന്റെ സത്യസാക്ഷ്യം ഹൃദയത്തിൽ ഈ വിധത്തിൽ രൂഢമൂലമായി വിച്ഛേദിച്ചാൽ അത് വിച്ഛേദിക്കപ്പെടാത്ത വിധത്തിലും തകർത്താൽ തകർക്കപ്പെടാത്ത വിധത്തിലുമായി തീർന്നു. ഇനി അത് ആർക്കും തകർക്കുവാനോ മുറിച്ചു കളയുവാനോ സാധ്യമല്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. പറയുന്നു, ഇപ്പോൾ ഹൃദയത്തിൽ ഒരാവേശവും ആഗ്രഹവും ഉണ്ടായി. ഈ ദൈവനിയോഗിതന്റെ സിയാറത്ത് കൊണ്ടും അനുഗ്രഹീതനാകണം. അതുവരെ അദ്ദേഹം കണ്ടിരുന്നില്ല. അങ്ങനെ ഞാൻ ഹുസൂറിന്റെ സമക്ഷത്തിലേക്ക് കത്തെഴുതി. അതിന് മറുപടിയായി ഹുസൂർ എഴുതി, മിയാ അബ്ദുൽ മജീദ്, എത്രയും പെട്ടെന്ന് കാദിയാനിൽ വരിക. അള്ളാഹു ഈ വിധത്തിൽ ഈമാനെ ദൃഢമുള്ളതാക്കി തീർക്കുന്നു. ഈ അവസ്ഥ ഇന്നും ഒരുപാട് ആളുകളിൽ അള്ളാഹു ഉണ്ടാക്കുന്നുണ്ട്. എഴുതുന്നവർ എഴുതാറുണ്ട്. ഹസ്രത്ത് അമീർ ഖാൻ സാഹിബിന്റെ റിവായത്താണ്. അദ്ദേഹം തന്റെ സംഭവം എഴുതുന്നു. ഞാൻ ബയ്യത്ത് ചെയ്ത് ദാറുൽ അമാൻ കാദിയാനിൽ നിന്ന് എന്റെ ഗ്രാമം എഹ്റാനയിൽ വന്നപ്പോൾ മെഹ്താബ് ഖാൻ എന്ന മുസ്ലിം, അയാൾ സ്വയം തന്നെ വലിയ ആളായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അല്പസ്വല്പം എഴുതാനും വായിക്കാനും സാധിക്കുന്നത് കൊണ്ട് താഴ്ന്ന കിടയിലുള്ള അഹങ്കാരമുള്ള ആളായിരുന്നു. വളരെ കുറച്ചു മാത്രം എഴുതാനും വായിക്കാനും പഠിച്ച ഒരാളായിരുന്നു. എല്ലാം അറിയുന്നവനാണ് എന്ന വാദമുള്ള ആളായിരുന്നു. അതായത് എല്ലാ കാര്യങ്ങളും തനിക്കറിയാം എന്ന ഭാവമാണ് ഉണ്ടായിരുന്നത്. എന്നെ എതിർക്കാനായി തുനിഞ്ഞിറങ്ങി. അസഭ്യവർഷത്തിൽ പരിധികൾ ലംഘിച്ചു തുടങ്ങി. എന്നാൽ ഞാൻ സഹനം കൈക്കൊണ്ടു. അവസാനം അയാളുടെ കുടുംബത്തിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. ഇത്രമാത്രം നാശമുണ്ടായി. എന്നാൽ മരുമകൾ, സഹോദരന്റെ ഭാര്യ, യുവാവായ ഏകമകൻ എല്ലാവരും പ്ലേഗിന്റെ ഇരയായി തീർന്നു. ഭക്ഷണം പാകം ചെയ്യാൻ പോലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അയാളുടെ ഒരു മകളെ അടുത്ത ഗ്രാമത്തിലേക്ക് വിവാഹം കഴിച്ച് അയച്ചിരുന്നു. അവളുടെ അടുത്തു പോയാണ് അയാൾ ദിവസവും ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നാൽ മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കാൾ അപമാനകരമായിരുന്നു. മെഹ്താബ് ഖാന്റെ പ്രായം ആ സമയത്ത് 60 വയസ്സിൽ അല്പം കൂടുതലായിരിക്കും. അയാളുടെ സ്വത്ത് കേവലം 1.5 ഗുമാ മാത്രമായി. ഇത് ഗുമാ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അളവാണ്. ഒരു ദിവസം ഫജർ നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു പള്ളിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ എന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. കഅബക്ക് നേരെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് മിർസ സാഹിബിനോട് യാതൊരു ശത്രുതയുമില്ല. ഈ അവസ്ഥയിലെത്തിയപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത്. സഹാബാക്കളുടെ തിരചിത്തതയുമായി ബന്ധപ്പെട്ട ഏതാനും സംഭവങ്ങളാണിത്. അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ജമാഅത്ത് തിരചിത്തതയിലും സ്ഥൈര്യത്തിലും അവർ ഇന്നും അസാധാരണമായ മാതൃക കാണിക്കുന്നവരാണ്. ഒരുപാട് കത്തുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പലരും എന്നോട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ തങ്ങളുടെ സംഭവങ്ങൾ കേൾപ്പിക്കുന്നു. ഈ മാതൃകകൾ കാണിക്കുന്നവരിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളുമുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി കൊണ്ട് സഹാബാക്കളിൽ ഉണ്ടായിരുന്ന അഗ്നി അള്ളാഹു അത് ഇന്നും നിലനിർത്തിയിരിക്കുന്നു. അള്ളാഹു ആ സഹാബാക്കളുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിച്ചു. സ്ഥിരചിത്തതയും സഹനവും കാണിച്ചു. അവരുടെ മക്കൾക്കും സ്ഥിരചിത്തത പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കിടയിൽ ഇപ്പോൾ പ്രവേശിക്കുന്നവർക്കും ഭാവിയിൽ
പ്രവേശിക്കുന്നവർക്കും അവരുടെ ഈമാനും ശക്തിയും ദൃഢതയും പ്രദാനം ചെയ്യുമാറാകട്ടെ, സ്ഥിരചിത്തത പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്ഥിരചിത്തതയെ കൂടാതെ മറ്റു ചില സംഭവങ്ങളും ഞാൻ കേൾപ്പിക്കാം. അതിൽ അള്ളാഹു എപ്രകാരമാണ് സഹാബാക്കളെ അത്ഭുതകരമായി സംരക്ഷിച്ചത് എന്ന് കാണാവുന്നതാണ്. അവരോട് അള്ളാഹുവിനുണ്ടായിരുന്ന പ്രത്യേകമായ പെരുമാറ്റം ഏതു വിധത്തിലായിരുന്നു? തീർച്ചയായും ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈമാനിക വർധനവിന് കാരണമാകും. ഹസ്രത്ത് മിർസ ബർക്കത്ത് അലി സാഹിബ് വിവരിക്കുന്നു, ഞാൻ 1905 ഏപ്രിൽ 4 ഭൂകമ്പത്തിൽ കാംഗ്ര ജില്ലയിലെ ബാൻസു എന്ന സ്ഥലത്ത് ധർമ്മശാലക്കടുത്ത് ഒരു കെട്ടിടത്തിന് അടിയിൽപ്പെട്ടുപോയി. വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെ പുറത്തെടുത്തത്. ആ അവസരത്തിന്റെ ദൃക്സാക്ഷി ബാബു ഗുലാബുദ്ദീൻ സാഹിബ്, ഓവർസിയർ പെൻഷനർ, ഞാൻ താമസിക്കുന്നിടത്ത് ഉദ്യോഗസ്ഥനായി നിയമിതനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സിയാൽകോട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് 1-2 മാസങ്ങൾക്ക് മുമ്പ് ഈ ഭൂകമ്പത്തെക്കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവചനം നടത്തിയിരുന്നു. പറയുന്നു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രവചനം വിവരിച്ചപ്പോൾ ഞാൻ സ്വയം കാദിയാനിൽ ഉണ്ടായിരുന്നു. ഹുസൂർ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ ധർമ്മശാല ഛാവനിയിലെത്തി. ആ വിജ്ഞാപനങ്ങൾ ഒരുപാട് വ്യക്തികളിൽ വിതരണവും ചെയ്തിരുന്നു. ഞാൻ അവിടെ ക്ലർക്കായാണ് ജോലി ചെയ്തിരുന്നത്. പട്ടാള ജോലിയിൽ എനിക്ക് അവധിയും ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിർസ റഹീം ബേഗ് സാഹിബ് അഹമ്മദിയെ കാണാൻ പോകുമായിരുന്നു. മിർസ സാഹിബ് മുഗൾ സഹോദര കുടുംബത്തിലെ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റു സഹോദരങ്ങൾ അഹമ്മദികളായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തോടൊപ്പം അഹമ്മദികളായി. ബാക്കി എല്ലാവരും വളരെ ശക്തമായി എതിർത്തിരുന്നു. അഹമ്മദികളായിരുന്ന ഇവർ എല്ലാവരും സുരക്ഷിതരായി തീർന്നു. മറ്റു ചില അഹമ്മദികളും അവിടെ താമസിക്കുന്നവരും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അവിടെ എത്തിയവരും അവരും പറയുന്നു, എല്ലാവരും ഈ ഭൂകമ്പത്തിന്റെ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം എഴുതുന്നു, എന്റെ ഊഹമനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന മരണം എത്രത്തോളമാണെന്നാൽ 90% ജീവനും നഷ്ടപ്പെട്ടിരുന്നു. അത്രമാത്രം ഭയാനകമായ ഭൂകമ്പത്തിൽ ഞങ്ങൾ അഹമ്മദികൾ എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു മഹത്തായ ദൃഷ്ടാന്തമായിരുന്നു. പറയുന്നു, ഇതിന്റെ വിശദീകരണം അഥവാ വിശദമായി എഴുതുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ സത്യാന്വേഷിയും അള്ളാഹുവിന്റെ സഹായം അഹമ്മദികളോടൊപ്പമുള്ളത് കാണും. അതായത് സത്യമറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭൂകമ്പത്തിന്റെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം അഹമ്മദികളോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കും. പറയുന്നു, എന്റെ ഭാര്യയും കുടുംബവും, ഗുലാബ് ഖാൻ സാഹിബിന്റെ ഭാര്യയും കുടുംബവും, മിസ്ത്രി അല്ലാ ബക്ഷ് സാഹിബ് സിയാൽകോട്ടി, അദ്ദേഹത്തോടൊപ്പം ഗുലാം അഹമ്മദ് മിസ്ത്രി, മറ്റ് അഹമ്മദി സഹോദരങ്ങൾ എല്ലാവരും ഈ ഭൂകമ്പത്തിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായ പ്രകൃതിപരമായ കാര്യങ്ങൾ വ്യക്തിഗത തലത്തിൽ തന്നെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങളാണ്. പ്രത്യേകിച്ച് മിസ്ത്രി ഇലാബക്ഷ് ഖാൻ സാഹിബിന്റെ ഒരു ദിവസം മുമ്പ് അവിചാരിതമായുള്ള അവിടെ നിന്നുള്ള പുറപ്പെടൽ, എന്റെ അവിചാരിതമായി അവിടെ നിന്നുള്ള പുറപ്പെടൽ, എന്റെ കുടുംബത്തിന്റെ കുറച്ച് മുമ്പുള്ള സ്വദേശത്തേക്കുള്ള മടക്കം, ഭൂകമ്പത്തിനു മുമ്പ് ചില സഹോദരങ്ങളുടെ കടയിൽ നിന്ന് പുറത്ത് ഇറങ്ങി നിൽക്കൽ, ഭൂകമ്പത്തിൽ അടിയിൽപ്പെട്ടു പോയിട്ടും അത്ഭുതകരമായ രീതിയിൽ പുറത്തുവരൽ എല്ലാം തന്നെ ദൃഷ്ടാന്തങ്ങളാണ്. അദ്ദേഹം എഴുതുന്നു, ഈ വിഷയത്തിൽ ഒരു വിശദമായ പുസ്തകം എഴുതാൻ എനിക്ക് ഉദ്ദേശമുണ്ട്. ഏതായിരുന്നാലും ഈ അവസരത്തിൽ സംക്ഷിപ്തമായി 1-2 സ്ഥലങ്ങളെക്കുറിച്ച് സ്മരിക്കാം. അദ്ദേഹം രേഖപ്പെടുത്തിയ റിവായത്തിൽ അത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമായി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. പറയുന്നു, ഈ ഭൂകമ്പത്തിനു ശേഷം വിനീതൻ കാദിയാനിൽ ഹുസൂറിന്റെ സമക്ഷത്തിൽ ഹാജരായപ്പോൾ ഹുസൂർ ആ സമയത്ത് ബെഹ്ഷ്തി മക്ബറയോട് ചേർന്ന തോട്ടത്തിൽ മാവിന്റെ തണലിൽ കൂടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ ഹുസൂറുമായി മുലാഖാത്ത് നടത്തി. ഹുസൂർ എന്നെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. താങ്കൾ കെട്ടിടത്തിന്റെ അടിയിൽപ്പെട്ട് എങ്ങനെയാണ് ജീവനോടെ രക്ഷപ്പെട്ടു പോന്നത് എന്ന് ചോദിച്ചു. ഞാൻ ഹുസൂറിന്റെ സമക്ഷം പറഞ്ഞു, എന്നെ മിസ്ത്രി അല്ലാ ബക്ഷ് അഹമ്മദിയുടെ കട്ടിലാണ് രക്ഷപ്പെടുത്തിയത്. അതൊരു വലിയ ചുവരിനെ തടഞ്ഞുവെച്ചു. അങ്ങനെ എനിക്ക് വലിയ ഭാരം താങ്ങേണ്ടി വന്നില്ല. ഇതേപോലെ ഹുസൂർ ഓരോ അഹമ്മദികളെ കുറിച്ചും ചോദിച്ചു. ഞാൻ എല്ലാവരും സുരക്ഷിതരായതിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്നാൽ ഹുസൂർ ഇതിനു മുമ്പ് തന്നെ വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു, ഭൂകമ്പത്തിൽ നമ്മുടെ ജമാഅത്തിലെ ഒരാൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ദൃഢവിശ്വാസമുണ്ട്
ഹുസൂറിന് അള്ളാഹുവിൽ നിന്ന് ഇതിനെക്കുറിച്ച് അറിവ് ലഭിച്ചിരിക്കും. അതല്ല എങ്കിൽ എനിക്ക് മുമ്പ് ധർമ്മശാലയിൽ നിന്ന് ഒരു അഹമ്മദി പോലും ഹുസൂറിന്റെ സമക്ഷത്തിൽ എത്തിയിരുന്നില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കൽ ധർമ്മശാലയിൽ നിന്ന് ഒരു അഹമ്മദി പോലും എത്തിയിരുന്നില്ല. ആദ്യമായിട്ട് വന്നത് ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ വിശദ വിവരവും മനസ്സിലാക്കിയത്. എന്നാൽ വിളംബരത്തിൽ ഒരു അഹമ്മദിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവിടുന്ന് വിളംബരപ്പെടുത്തിയിരുന്നു. പറയുന്നു, കാങ്കടയിലെ ഭൂകമ്പത്തിന് ശേഷം ഹുസൂറുമായി വിനീതൻ മുലാഖാത്ത് നടത്തി. അതിൽ അഹമ്മദികളുടെ രക്ഷപ്പെടൽ ഹുസൂർ ഒരു അടയാളമായി നിശ്ചയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സ്വയം ഭൂകമ്പത്തിൽ അടിയിൽപ്പെട്ടതിന് ശേഷം രക്ഷപ്പെട്ടത് ഒരു ദൃഷ്ടാന്തമാണ്. അത് മുമ്പ് തന്നെ ലിഖിത രൂപത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ഈ കണ്ണുകൾ കൊണ്ട് കണ്ട ദൃഷ്ടാന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ വരിഷ്ഠദാസനെ വിശ്വസിച്ചവർ അനുഗ്രഹീതർ. ഹദ്റത്ത് ചൗധരി അബ്ദുൽ കരീം സാഹിബ് വിവരിക്കുന്നു, അവിചാരിതമായി എന്റെ കൂടിക്കാഴ്ച അഹമ്മദിയായ മൗലവി ബദ്രുദ്ദീൻ സാഹിബുമായി നടന്നു. അദ്ദേഹം പട്ടണത്തിന് അകത്ത് ഒരു പ്രൈമറി സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം എനിക്ക് അൽ ഹക്കം പത്രം വായിക്കാനായി തന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അൽ ഹക്കം പത്രത്തിന്റെ ആദ്യ പേജിൽ അള്ളാഹുവിൽ നിന്നുണ്ടായ പുതിയ വഹിയ്, ഇമാമുസ്സമാന്റെ പരിശുദ്ധ വചനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 2 ഹെഡിങ്ങുകളാണ് ഉണ്ടായിരുന്നത്, പുതിയ വഹികളും ഇമാമുസ്സമാന്റെ പരിശുദ്ധ വചനങ്ങളും. ആദ്യത്തെ പേജിൽ ഈ 2 വിഷയമാണ് ഉണ്ടായിരുന്നത്. പറയുന്നു, ഞാൻ അത് വായിക്കുമായിരുന്നു. എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്നേഹവും ആകർഷണവും തോന്നുമായിരുന്നു. ഉടനെ തന്നെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധമായ സമക്ഷത്തിൽ എത്താൻ ആഗ്രഹിച്ചിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടായി. അഹ്ലെ ഹദീസ് മൗലവിയുടെ പ്രകോപനവും വഴി പിഴപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും ഞാൻ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സ്വീകരിച്ചു. മൗലവി ബദ്രുദ്ദീൻ സാഹിബ് എന്നോട് പെട്ടെന്ന് തന്നെ കാദിയാനിൽ പോകാൻ നിർദ്ദേശിച്ചു. എന്നോടൊപ്പം മറ്റൊരു അഹ്ലെ ഹദീസ് മൗലവിയും പോകാൻ തയ്യാറായി. അദ്ദേഹം അഹ്ലെ ഹദീസ് മൗലവി സുൽത്താൻ മുഹമ്മദ് സാഹിബിന്റെ പ്രത്യേക ശിഷ്യനായിരുന്നു. എഴുതുന്നു, ആ സമയത്ത് എന്റെ ശമ്പളം 15 രൂപ മാത്രമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയായിരുന്നു. ഞങ്ങൾ അവധിയെടുത്തു. റെയിൽവേ പാസിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്കും സുഹൃത്തിനും അമൃത്സർ വരെയുള്ള ടിക്കറ്റ് എടുത്തു. ഞങ്ങളുടെ പക്കൽ കാദിയാനിലേക്കുള്ള മുഴുവൻ ടിക്കറ്റ് കൂലി ഉണ്ടായിരുന്നില്ല. അമൃത്സർ വരെ ഉള്ള ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങളുടെ പണം തീർന്നു. ഞങ്ങൾക്ക് ബട്ടാലയിലേക്ക് പോകുന്ന വണ്ടിയിലാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഞങ്ങളുടെ പക്കൽ കേവലം 8 അണ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ 2 അണക്ക് വീർ വരെയുള്ള ടിക്കറ്റ് എടുത്തു. വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. വണ്ടി വീർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റ് തീർന്നിരുന്നു. എന്നാൽ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. വണ്ടി യാത്ര തുടർന്നു. അടുത്ത സ്റ്റേഷനിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കെ റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥൻ ടിക്കറ്റ് പരിശോധിക്കുന്നതിനായി വന്നു. എല്ലാ യാത്രക്കാരുടെയും ടിക്കറ്റ് പരിശോധിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ടിക്കറ്റ് കഴിഞ്ഞ സ്റ്റേഷൻ വരെ ആയിരുന്നു. ഞങ്ങളുടെ പക്കൽ പണവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ അപമാനം ഓർത്ത് ഒരുപാട് വ്യാകുലപ്പെട്ടു. അള്ളാഹുവിന്റെ കോന്തല പിടിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരും കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഞങ്ങൾ നിന്റെ സത്യവാനായ മസീഹിന്റെ അടുത്ത് പോവുകയാണ്. ഞങ്ങളുടെ പക്കൽ ഒന്നും തന്നെയില്ല. നിന്റെ പ്രിയപ്പെട്ട മസീഹിന് വേണ്ടി ഞങ്ങളുടെ തെറ്റ് മറച്ചുവെച്ചാലും ഞങ്ങളെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാലും അള്ളാഹു ഞങ്ങളുടെ ദുആ സ്വീകരിച്ചു. റെയിൽവേ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ സ്റ്റേഷൻ വരെയുള്ള അതേ ടിക്കറ്റ് തന്നെ നൽകി. എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. അയാൾ ആ ടിക്കറ്റ് നല്ലവണ്ണം പരിശോധിച്ച് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഞങ്ങളോട് ഒന്നും തന്നെ പറഞ്ഞില്ല. അടുത്ത ബോഗിയിലേക്ക് പോയി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോചിസത്തായിരുന്നു. അള്ളാഹു തന്റെ സത്യവാനും പരിശുദ്ധനുമായ മസീഹിനു വേണ്ടി ഞങ്ങളുടെ തെറ്റ് മറച്ചുവെച്ചു. ഞങ്ങളെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഈ സംഭവം ഞങ്ങളുടെ ഈമാനിക വർധനവിന് കാരണമായി. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യം ഞങ്ങൾക്ക് സൂര്യനെ പോലെ വ്യക്തമായി. ബട്ടാലയിൽ ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ കാൽനടയായി കാദിയാനിലേക്ക് യാത്ര തിരിച്ചു. ലുഹറിന്റെ സമയത്ത് ദാറുൽ അമാനിൽ എത്തിച്ചേർന്നു. ഹദ്റത്ത് അല്ലാദത്ത സാഹിബ് ഹെഡ് മാസ്റ്റർ പറയുന്നു, അള്ളാഹു എന്നെ ആയിരക്കണക്കിന് മരണത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി. ഞാൻ പാമ്പുകളെ പിടിച്ചു, പാമ്പുകളെ ചവിട്ടി, എന്റെ മേൽ പാമ്പ് കയറി. എന്നാൽ അള്ളാഹു എന്നെ എല്ലായ്പ്പോഴും കഷ്ടിച്ച് രക്ഷപ്പെടുത്തി. ഹസ്രത്ത് മാസ്റ്റർ ദിലാവർ ഖാൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, അമൃത്സറിലെ സംഭവമാണ്. ഒരിക്കൽ ഇവിടെ പ്ലേഗ് അതിന്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു. ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ എന്റെ ഭാര്യ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? അവൾ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ എലി ചത്തു കിടക്കുന്നു. ഭയം പ്രകടിപ്പിച്ചു. ഞാൻ വളരെ ദൃഢവിശ്വാസത്തോടെ പറഞ്ഞു, നമ്മുടെ ജമാഅത്ത് പ്ലേഗിൽ നിന്ന് സുരക്ഷിതരായിരിക്കും, യാതൊരുവിധ ഭയവും ഉണ്ടാകേണ്ടതില്ല. അതിനുശേഷം ഞാൻ ചൂലെടുത്ത് വീട് വൃത്തിയാക്കി. അടുത്ത ദിവസം അതുപോലെ തന്നെ സംഭവിച്ചു. എലിയോടൊപ്പം പുഴുക്കളും ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അത് വീണ്ടും
വൃത്തിയാക്കി ഭാര്യയെ സമാധാനിപ്പിച്ചു. നമ്മുടെ ജമാഅത്ത് ഇതിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. 3-4 ദിവസങ്ങൾക്ക് ശേഷം രാത്രി 12 മണിക്ക് എന്നോട് എന്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് പ്ലേഗിന്റെ വ്രണം ഉണ്ടായിരിക്കുന്നു. ഞാൻ സമാധാനിപ്പിച്ചുകൊണ്ട് ദൃഢവിശ്വാസത്തോടെ പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, ഞാൻ രാവിലെ തന്നെ ഹസ്രത്ത് സാഹിബിന്റെ സമക്ഷം ദുആക്കായി കത്ത് എഴുതുന്നതായിരിക്കും. അങ്ങനെ ഞാൻ രാവിലെ തന്നെ കത്ത് എഴുതി. ഞാൻ വിചാരിക്കുന്നത് ആ കത്ത് കാദിയാനിൽ ഇപ്പോൾ എത്തിയിരിക്കുകയില്ല. ആ വ്രണം ഉണങ്ങി. എന്റെ ഭാര്യ പൂർണ്ണ ആരോഗ്യവതിയായി. അതിന് 2-3 ദിവസത്തിന് ശേഷം എന്റെ 1 വയസ്സ് പ്രായമുള്ള മകൻ അബ്ദുൽ കരീമിന് വ്രണം ഉണ്ടായി. ഞാൻ വീണ്ടും ഹുസൂറിന്റെ സമക്ഷം ദുആക്കായി കത്തെഴുതി വീട്ടുകാരെ സമാധാനിപ്പിച്ചു. അങ്ങനെ ആ വ്രണവും സ്വയം ഇല്ലാതായി. ആ സമയത്ത് പ്ലേഗ് ഇത്രമാത്രം രൂക്ഷമായിരുന്നു. ദിവസവും 200-250 ആളുകൾ രോഗം മൂലം മരിക്കാറുണ്ടായിരുന്നു. ഓരോ ദിവസവും മരിക്കുന്നവരുടെ കണക്ക് കമ്മിറ്റിയുടെ പക്കൽ ഉണ്ടാകുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കട്ടെ. പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചില മാർഗനിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയില്ല, അതല്ലെങ്കിൽ മനസ്സിലായിരിക്കുകയില്ല. സഹാബാക്കൾ പൊതുവിൽ എല്ലായ്പ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായിരുന്നു. എന്തവസ്ഥയായാലും അവർക്ക് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ പരിശ്രമിക്കുമായിരുന്നു. ഒരുപക്ഷെ ഈ സംഭവം ആ നിർദ്ദേശത്തിന് മുമ്പുള്ളതായിരിക്കാം. ഏതായിരുന്നാലും ഇത് ഈമാന്റെ ദൃഢതയാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ ഈമാൻ മാത്രമല്ല ബലപ്പെടുത്തിയത്, മറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ഈമാനും ബലപ്പെടുത്തി. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ നിർദ്ദേശങ്ങൾ അത് ഇതായിരുന്നു. എല്ലാ പ്രദേശങ്ങളിലും പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, ഇത് നമ്മുടെ കൽപ്പനയാണ്. ലാഹോറിലെ ജനങ്ങൾ ഏതു വീട്ടിലാണോ എലികൾ ചത്തത്, അല്ലെങ്കിൽ ഏതു വീടിനടുത്താണോ രോഗമുള്ളത്, ആ വീട് ഉടനെ തന്നെ ഉപേക്ഷിക്കുന്നതായിരിക്കും ഉത്തമം. ചില ആളുകൾ മനസ്സിലാക്കിയിരിക്കും ഇത് ലാഹോറിന് വേണ്ടി മാത്രമാണ് എന്ന്. ഏതായിരുന്നാലും ഇത് പൊതുവിലുള്ള ഒരു കൽപ്പനയാണ്. രോഗവും സാംക്രമിക രോഗങ്ങളും ഉള്ളപ്പോൾ അതിനെ തടയേണ്ടതാണ്, രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പറയുന്നു, ഉടനെ വീട് ഉപേക്ഷിക്കേണ്ടതാണ്, പട്ടണത്തിന് പുറത്ത് തുറന്ന സ്ഥലത്ത് പോവേണ്ടതാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഭൗതിക വസ്തുക്കൾ കൈയൊഴിയാൻ പാടുള്ളതല്ല. വൃത്തിഹീനവും ഇടുങ്ങിയതും ഇരുണ്ടതുമായ വീട്ടിൽ താമസിക്കുന്നത് അല്ലെങ്കിലും നിരോധിച്ച കാര്യമാണ്. പ്ലേഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. വസ്ത്രവും വൃത്തിയുള്ളതായിരിക്കണം, സ്ഥലം ഉണങ്ങിയതായിരിക്കണം, ശരീരം വൃത്തിയുള്ളതായിരിക്കണം. ഇത് നിർബന്ധ കാര്യങ്ങളാണ്. ദുആയിലും ഇസ്തിഗ്ഫാറിലും മുഴുകിയിരിക്കേണ്ടതാണ്. തുടർന്ന് പറയുന്നു, ഹസ്രത്ത് ഉമറിന്റെ കാലഘട്ടത്തിലും പ്ലേഗ് ഉണ്ടായി. അവിടേക്ക് മുസ്ലിങ്ങളുടെ സൈന്യം പോയിരിക്കുകയായിരുന്നു. അവിടെ ശക്തമായ പ്ലേഗ് പുറപ്പെട്ടു. മദീന ഷരീഫിൽ അമീറുൽ മുഅ്മിനീന് ഈ വാർത്ത എത്തിയപ്പോൾ അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു, ഉടനെ ആ പ്രദേശം ഉപേക്ഷിക്കുക, ഏതെങ്കിലും പർവ്വതത്തിന്റെ താഴ്വരയിൽ പോവുക. അങ്ങനെ സൈന്യം അതിൽ നിന്നും സുരക്ഷിതരായി. ആ സമയത്ത് ഒരാൾ ആരോപണം ഉന്നയിച്ചു, അള്ളാഹുവിന്റെ തക്ദീറിൽ നിന്ന് ഓടിപ്പോവുകയാണോ? പറഞ്ഞു, ഞാൻ ഒരു ദൈവിക തക്ദീറിൽ നിന്ന് മറ്റൊരു ദൈവിക തക്ദീറിലേക്ക് ഓടിപ്പോവുകയാണ്. അള്ളാഹുവിന്റെ തക്ദീറിന് പുറത്ത് ഏത് കാര്യമാണുള്ളത്? ഇത് പൊതുവിലുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. അറിഞ്ഞുകൊണ്ട് സ്വയം തന്നെ ബുദ്ധിമുട്ടിലാക്കാൻ പാടുള്ളതല്ല. പിന്നീട് അവിടുന്ന് പറയുന്നു, അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു 2 വാഗ്ദാനം തന്റെ വഹിയിലൂടെ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ വീട്ടിൽ താമസിക്കുന്നവരെ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുത്തും. അവൻ ഇപ്രകാരം പറയുന്നു, ഇന്നി ഉഹാഫിദു കുല്ല മൻ ഫിദ്ദാർ. രണ്ടാമത്തെ അവന്റെ വാഗ്ദാനം നമ്മുടെ ജമാഅത്തിനെ കുറിച്ചാണ്. ഇന്നല്ലദീന ആമനു വലം യൽബിസു ഈമാനൻ ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണോ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തോടൊപ്പം അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തത്, അത്തരം ആളുകൾക്ക് സമാധാനമുണ്ട്. അവർ തന്നെയാണ് നേർമാർഗം സിദ്ധിച്ചവർ. ഇതിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വാഗ്ദാനമാണ്. ജമാഅത്തിലെ അത്തരക്കാരെ രക്ഷപ്പെടുത്തുന്നതായിരിക്കും. ആരാണോ പൂർണ്ണമായും നമ്മുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നത്, തങ്ങളുടെ ആന്തരികമായിട്ടുള്ള ന്യൂനതയുടെയും തെറ്റുകളുടെയും മാലിന്യം വൃത്തിയാക്കുന്നത്, തങ്ങളുടെ ആത്മാവിന്റെ പാപത്തിലേക്ക് കുനിയാതെ പോകുന്നത്. ഒരുപാട് ആളുകൾ ബയ്യത്ത് ചെയ്തു പോകുന്നു, എന്നാൽ തങ്ങളുടെ പ്രവൃത്തി ശരിയാക്കി മാറ്റാറില്ല. കേവലം കൈകളിൽ കൈവച്ചതുകൊണ്ട് എന്താകാനാണ്? അള്ളാഹു ഹൃദയങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുന്നവനാണ്. ഈ 2 കാര്യങ്ങളിലുള്ള വാഗ്ദാനമാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി നാം നമ്മുടെ ഈമാനിലേക്ക് നോക്കേണ്ടതാണ്. എത്രത്തോളം നാം നമ്മുടെ ഈമാനിൽ പൂർണ്ണമാകാൻ പരിശ്രമിക്കുന്നുണ്ട്. ഹദ്റത്ത് മൗലവി സൂഫി അത്താ മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുക എന്നത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. കാരണം അവധി ലഭിക്കുമായിരുന്നില്ല. അവിചാരിതമായി പത്രത്തിൽ വായിച്ചു, ഹസ്രത്ത് അഖ്ദസ്
ജഹലത്തിലേക്ക് വരുന്നു. എനിക്ക് ജഹലം വരെ പോകാനുള്ള അനുവാദം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ ഞാൻ വളരെയധികം അസ്വസ്ഥചിത്തനായിരുന്നു. വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണ്, ഹദ്രത്ത് സാഹിബ് ജഹലത്തിലേക്ക് വരുന്നു, നിങ്ങൾ ആരോടും പറയരുത്, ഞാൻ പോവുകയാണ്. വണ്ടി പൂർണ്ണമായും ഇടുങ്ങിയതായിരുന്നു. 3 മൈൽ അകലെയായിരുന്നു സ്റ്റേഷൻ. വഴി വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. പകൽ പോലും ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ അള്ളാഹുൽ തവക്കൽ ചെയ്ത് യാത്ര പുറപ്പെട്ടു. അവിചാരിതമായി ഒരു പ്രകാശം എന്റെ മുന്നിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരുപക്ഷെ മറ്റാരെങ്കിലും എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പർവ്വതത്തിലൂടെയുള്ള വഴി ഓടി തരണം ചെയ്തു. സ്റ്റേഷനിലെത്തിയപ്പോൾ വണ്ടി പോകാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു. ടിക്കറ്റ് എടുത്ത് ജഹലമിലെത്തി. ഹുസൂറിന്റെ സിയാറത്തിനാൽ അനുഗ്രഹീതനായി. ഹദ്രത്ത് മൗലാന ഗുലാം റസൂൽ സാഹിബ് രാജിഗി റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, അന്ന് ഞാൻ തികച്ചും യുവാവായിരുന്നു. കബൂർ തലയിൽ ഒരിക്കൽ എനിക്ക് സ്വപ്നമുണ്ടായി. ഞാൻ ഒരു ആനയുടെ അടിയിൽപ്പെട്ടിരിക്കുന്നു. ആനയുടെ വയറ് എന്റെ മുകളിലാണ്. രാവിലെ ഖാൻ സാഹിബ് അബ്ദുൽ മജീദ് ഖാൻ സാഹിബ് എന്നോട് പറഞ്ഞു, മൗലവി സാഹിബ്, ഇന്ന് ബിയാസ് നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ ആനപ്പുറത്ത് കാഴ്ചകൾ കാണുന്നതിനും ഉല്ലാസത്തിനുമായി നദിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. താങ്കളും ഞങ്ങളോടൊപ്പം വന്നാലും. ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ സാധ്യമല്ല. അതിന്റെ കാരണം ഇതാണ്, ഇന്ന് രാത്രി ഞാൻ വളരെ ഭയാനകമായ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഞാൻ ആനയുടെ അടിയിൽപ്പെട്ടിരിക്കുന്നതാണ് എന്റെ സ്വപ്നം. എന്നാൽ അദ്ദേഹം എന്റെ സ്വപ്നം കേട്ടിട്ടും തുടർച്ചയായി നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ തുടർച്ചയായി നിഷേധിച്ചുകൊണ്ടിരുന്നു. എന്റെ ഹൃദയത്തിൽ സ്വപ്നത്തെക്കുറിച്ച് വളരെ മോശമായ ഒരു വീക്ഷണമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഖാൻ സാഹിബിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം നദിയിൽ പോകാൻ ആനപ്പുറത്ത് യാത്ര ചെയ്തു പോകണം എന്ന് പറഞ്ഞപ്പോൾ ആനയുടെ പേര് കേട്ട് എന്റെ ഹൃദയത്തിൽ സ്വപ്നത്തിന്റെ ഭയാനകമായ സ്വാധീനമുണ്ടായി. പിന്നീട് ഞാൻ ശക്തമായി നിഷേധിച്ചു, കൂടെ പോകാൻ വിസമ്മതിച്ചു. പിന്നീട് ഖാൻ സാഹിബിന്റെ കൂടെ പോകാൻ മറ്റു സുഹൃത്തുക്കളും നിർബന്ധിച്ചു. ആ സുഹൃത്തുക്കളുടെ അങ്ങേയറ്റത്തെ നിർബന്ധം ചെലുത്തൽ കാരണം ഞാൻ വിചാരിച്ചു, വിധിച്ചിരിക്കുന്നത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഏതെന്നാണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഞാൻ താല്പര്യമില്ലാതെ അവരോടൊപ്പം പോകാൻ തയ്യാറായി. സുഹൃത്തുക്കൾ ഒരുപാട് ആനകളെ തയ്യാറാക്കി നിർത്തി. 3-4 ആനകൾ ഉണ്ടായിരുന്നു. അതിൽ ഈ 2 പേർ വെച്ച് യാത്ര തുടങ്ങി. എന്നെയും ഖാൻ സാഹിബ് തന്റെ കൂടെ ഒരു ആനയിൽ യാത്ര ചെയ്യിപ്പിച്ചു. നദിയിലെത്തിയപ്പോൾ ദൈവിക വിധി പ്രകടമായ നിലയിൽ ഈ സ്വപ്നം വെളിപ്പെടുത്തിയില്ല. എന്നാൽ ഇതിനായി മറ്റൊരു മാർഗം അവലംബിച്ചു. ഞങ്ങൾ ആനകളിൽ നിന്നും ഇറങ്ങി നദി നോക്കിക്കാണാൻ തുടങ്ങിയപ്പോൾ ഒരു യുവാവിനെ കാണുകയുണ്ടായി. നദിയുടെ പാലത്തിന് ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ഈ വെള്ളപ്പൊക്കത്തിന്റെ അവസരത്തിൽ പാലത്തിന്റെ മുകളിൽ നിന്നും നദിയിലേക്ക് ചാടി പാലത്തിലെ ഏറ്റവും അടുത്ത ദ്വാരത്തിലൂടെ കടന്ന് മറുവശത്ത് വന്നുകൊണ്ടിരുന്നു. എനിക്കും അല്പം നീന്തൽ അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദര, നീ അടുത്തുള്ള ദ്വാരത്തിലൂടെയാണ് നീന്തുന്നത്, കുറച്ച് അകലെയുള്ള ദ്വാരത്തിലൂടെ നീന്തുന്നതാണ് വലിയ കാര്യം. അവൻ പറഞ്ഞു, നദിയിൽ ഒഴുക്ക് കൂടുതലാണ്, വെള്ളപ്പൊക്കമാണ്, അതുകൊണ്ട് ദൂരത്തുള്ള പാലത്തിന്റെ ദ്വാരത്തിലൂടെ കടന്നുപോകുക എന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, നീന്തൽ അറിയാമെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണം? അവൻ ചോദിച്ചു, താങ്കൾക്ക് നീന്തൽ അറിയാമോ? ഞാൻ പറഞ്ഞു, അല്പസ്വല്പം അറിയാം, എന്നാൽ താങ്കൾ തന്നെ നീന്തി കാണിച്ചു തന്നാലും. ഞാൻ പറഞ്ഞു, വളരെ നല്ലത്. ഞാൻ ലങ്കോട്ടി ഉടുത്ത് പാലത്തിന്റെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നതിനായി നദിയിലേക്ക് ചാടി. ആദ്യത്തെ തവണയിൽ പാലത്തിന്റെ ദ്വാരത്തിലൂടെ സുഖമായി കടന്നുപോയി. രണ്ടാമത്തെ തവണ കൂടുതൽ ദൂരമുള്ള ദ്വാരത്തിലൂടെ കടന്നു പോകുന്നതിനായി ചാടി. പാലത്തിന് മുകളിൽ നിന്ന് ഞാൻ ചാടിയപ്പോൾ ഞാൻ ചാടിയ സ്ഥലത്ത് ആ സമയത്ത് വളരെ വലിയ ഒരു ചുഴി ഉണ്ടായിരുന്നു. അവിടെ വെള്ളം ആട്ടുയന്ത്രം പോലെ വെള്ളം വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ വീണ ഉടനെ ആ ചുഴിയിൽ അകപ്പെട്ടു. അതിൽ നിന്ന് പുറത്തു വരാൻ എല്ലാവിധത്തിലും പരിശ്രമിച്ചു. എന്റെ പരിശ്രമം പാഴായി പരിണമിച്ചു. അങ്ങനെ ഞാൻ ആ ചുഴിയിൽ വെള്ളത്തിന് അടിയിൽപ്പെട്ടുപോയി. ആ ചുഴിയിൽ നിന്ന് പുറത്തു വരൽ എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായി തീർന്നു. എന്റെ നേരിടാനുള്ള ശക്തി മുഴുവൻ പാഴായിക്കൊണ്ടിരുന്നു. ഞാൻ 2-3 മിനിറ്റിനകം എന്റെ ജീവിത വ്യവസ്ഥ തകർന്ന് തരിപ്പിണമായി. എന്റെ കാര്യം പൂർത്തിയാകും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്റെ ഈ അവസ്ഥ എല്ലാവരും പാലത്തിന് മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവർ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. മൗലവി സാഹിബ് ചുഴിയിൽ അകപ്പെട്ടുപോയി. അവസാന ശ്വാസം വലിക്കാൻ പോവുകയാണ്. ആ സമയത്ത് വിധിയുടെ അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനം ഇപ്രകാരമായിരുന്നു. സഹോദരങ്ങൾ കരയുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ മുങ്ങിപ്പോവുകയാണ്. അവർക്ക് ഈ കാര്യം ആലോചിക്കാൻ സാധിച്ചില്ല. തലപ്പാവ് ഊരി എനിക്കിട്ടു തരികയായിരുന്നുവെങ്കിൽ ഞാൻ ആ തലപ്പാവിന്റെ അറ്റത്ത് പിടിച്ച് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തുമായിരുന്നു. എന്നാൽ ഈ ചിന്ത ആർക്കും ഉണ്ടായില്ല. എന്റെ കാര്യം ഇപ്പോൾ ഞാൻ ഭൗതിക വസ്തുക്കളിൽ പൂർണ്ണമായും നിരാശനായ അവസ്ഥയിലെത്തിയിരുന്നു. എന്റെ ജീവിതം
ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് തോന്നിയത്. ഞാൻ അവസാന ശ്വാസം വലിക്കുകയാണ്. ഈ അവസരത്തിൽ വിധി മറ്റൊരു സീൻ മാറ്റിയെടുത്തു. ഭൗതിക വസ്തുക്കളുടെ സൃഷ്ടാവായ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബർക്കത്തിന്റെ ഫലമായി ആരുടെ അനുവാദത്തോടും നിർദ്ദേശത്തോടുമാണോ ഞാൻ കബൂർ തലയിലേക്ക് യാത്ര തിരിച്ചത്, എന്റെ രക്ഷക്കായി ഒരു പുതിയ ശക്തി പ്രഭാവം പ്രകടമാക്കി. അതിപ്രകാരമാണ് ഞാൻ അകപ്പെട്ട ചുഴിയിൽ ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടക്ക് മുകളിലും ഇടക്ക് താഴെയും പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് എന്റെ തല വെള്ളത്തിലും ഇടക്ക് വെള്ളത്തിന് പുറത്തും കാണാമായിരുന്നു. ഈ സംഭവിച്ചുകൊണ്ടിരുന്നതെല്ലാം എന്റെ കഴിവിനതീതമായിരുന്നു. ആ അവസരത്തിൽ വെള്ളം അതിന്റെ മുഴുവൻ ശക്തിയോടും കൂടി എന്നിൽ അധീശത്വം സ്ഥാപിച്ചിരുന്നു. അവിചാരിതമായി ഒരു ശക്തമായ കൈ എന്നെ ആ ചുഴിയുടെ കരക്കത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്കെറിഞ്ഞു. ശക്തമായി ഇത്രമാത്രം ദൂരേക്കെറിഞ്ഞു. ഞാൻ നദിയുടെ അരികിലുണ്ടായിരുന്ന നദിയിലേക്ക് വീണുകിടക്കുന്ന ഒരു വലിയ മരത്തിന്റെ ഒരു ശാഖയിൽ അള്ളാഹുവിന്റെ ശക്തി പ്രഭാവം കൊണ്ട് മാത്രം എന്റെ കൈകളിൽ ലഭിച്ചു. അങ്ങനെ ഞാൻ ശാഖയിൽ പിടിച്ച് ദീർഘനേരം വിശ്രമിക്കുന്നതിനായി ഒരുപാട് സമയം അവിടെ നിന്നു. പിന്നീട് കേവലം അർഹമുർ റഹീമിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ സുരക്ഷിതനായി നദിക്ക് പുറത്ത് എത്തി. ആ സമയത്ത് എനിക്ക് ആ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കൺമുൻപിൽ വന്നു. എനിക്ക് അപ്പോൾ മനസ്സിലായി, സ്വപ്നത്തിൽ ആനയുടെ അടിയിൽ വരുന്നതിന്റെ വ്യാഖ്യാനം വിധി ആ ആനക്ക് പകരം മറ്റെന്തെങ്കിലും വസ്തുവിലൂടെയും പ്രകടമാക്കും. ഈ യാത്രയിൽ ആനപ്പുറത്ത് യാത്ര ചെയ്താണ് വന്നത് എന്നിട്ട് പോലും. എന്നാൽ സ്വപ്നത്തിന്റെ ഭയപ്പെടുത്തുന്ന വശം ആനയുടെ സ്ഥാനത്ത് നദിയായിരുന്നു. രണ്ടാമത്തെ കാര്യം എനിക്ക് മനസ്സിലായി, ചുഴിയിൽ നിന്നുള്ള എന്റെ രക്ഷപ്പെടൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ടാണ് സംഭവിച്ചത്. കാരണം അവിടുത്തെ അനുവാദത്തോടും നിർദ്ദേശത്തോടുമായിരുന്നു എന്റെ കബൂർ തലയിലേക്കുള്ള വരവ്. ജമാഅത്തിനെ സേവിക്കുന്നതിനായി തബ്ലീഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇതു കാരണം കൂടിയാണ് ഞാൻ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതല്ല എങ്കിൽ ഭൗതിക വസ്തുക്കളുടെ കാര്യത്തിൽ അവസ്ഥ തികച്ചും നിരാശാജനകമായിരുന്നു. ഈ സംഭവങ്ങൾ സഹാബാക്കളുടെ ഈമാനിക അവസ്ഥയും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു ഇസ്ലാമിലുള്ള വിശ്വാസവും പ്രകടമാക്കുന്നതാണ്. ഇത് വിവരിച്ച മൗലവി സാഹിബ് ഏതെങ്കിലും വിധത്തിലുള്ള ഭൗതിക വ്യക്തിയായിരുന്നുവെങ്കിൽ അത് ഒരു അവിചാരിത സംഭവമായി കാണുമായിരുന്നു. പറയുമായിരുന്നു, നദി എന്നെ പുറത്തേക്ക് ഒഴുക്കിവിട്ടു. എന്നാൽ മൗലവി സാഹിബ് ദീനിന് വേണ്ടിയുള്ള യാത്രയും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ ദുആയും ഇതിനുള്ള കാരണമായി പറയുന്നു. ഈ ഈമാനിക അവസ്ഥയാണ് നമ്മിൽ എല്ലാവരിലും ഉണ്ടാവേണ്ടത്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.